ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭർത്താവ് ഭാര്യയോട് മരണം വരെ പറയാൻ പാടില്ലാത്ത 22 വാക്കുകളാണ്. ഈ വാക്കുകൾ കളിയായി പറയാൻ പാടില്ല, തമാശയോടുകൂടെ പറയാൻ പാടില്ല, ദേഷ്യം വരുമ്പോൾ പറയാൻ പാടില്ല, ലഹരിയിലാകുമ്പോൾ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു പോകുമെന്നുള്ളതാണ്. അത്രയും ഗൗരവമുള്ള 22 വാക്കുകളാണ്. ഏതൊക്കെയാണ് ആ വാക്കുകളെന്ന് ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാലിയൽ ഹജാത്. അല്ലാഹുമ്മ ദഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കട്ടെ, ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും വളരെ ക്ഷമയോടുകൂടെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ മജ്ലിസിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പായി നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. ഓരോരുത്തരും നിർബന്ധമായും മനസ്സിലാക്കി വെക്കേണ്ട അത്രയും ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. അഥവാ ഭർത്താവ് ഭാര്യയോട് മരണം വരെ പറയാൻ പാടില്ലാത്ത 22 കാര്യങ്ങളുണ്ട്, 22 വാക്കുകളുണ്ട്. ഈ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം വേർപിരിയുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിർബന്ധമായിട്ടും ഈ കാര്യം നമ്മൾ പഠിക്കേണ്ടതല്ലേ? വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാൻ പോകുന്നവരും എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന 3 വാക്കുകൾ, ഈ വാക്കുകൾ കളിയോടെ പറഞ്ഞാലും അതോടൊപ്പം തന്നെ ദേഷ്യത്തിൽ പറഞ്ഞാലും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞാലും ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം വേർപിരിയുന്നതാണ്. ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ലാത്ത 1ാമത്തെ വാക്ക്, ഞാൻ നിന്നെ 3 ത്വലാഖും ചൊല്ലിയിരിക്കുന്നു. ഞാൻ നിന്നെ 3 ത്വലാഖും ചൊല്ലിയിരിക്കുന്നു എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ നിങ്ങളെ വിവാഹ ബന്ധം വേർപിരിയുന്നതാണ്. നീ പറയുന്ന സമയത്ത് 3 ത്വലാഖും ചൊല്ല എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല, വെറുതെ പറഞ്ഞതാ, ഞാൻ നിന്നെ 3 ത്വലാഖും ചൊല്ലിയിരിക്കുന്നു, എന്നാലും നിങ്ങളുടെ വിവാഹ ബന്ധം വേർപിരിയുമെന്ന് ഫുഖഹാക്കൾ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് ദേഷ്യത്തോടെ പറഞ്ഞതാണ് ഉസ്താദെ, എന്നാലും വിവാഹ ബന്ധം വേർപിരിയും. ഞാനത് മദ്യപിച്ച് പറഞ്ഞതാണ്, ലഹരിയുടെ ആ മസ്ത് കൊണ്ട് പറഞ്ഞതാണ് ഉസ്താദെ, എന്നാലും നിങ്ങളുടെ വിവാഹ ബന്ധം വേർപിരിയുന്നതാണ്. ഞാനത് കളിയോടെ പറഞ്ഞതാണ് ഉസ്താദെ, എന്നാലും നിങ്ങളുടെ വിവാഹ ബന്ധം വേർപിരിയും. ഞാനത് തമാശക്ക് പറഞ്ഞാണ് ഉസ്താദെ, എന്നാലും നിങ്ങളുടെ വിവാഹ ബന്ധം വേർപിരിയുമെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പറയാൻ പാടില്ലാത്ത 2ാമത്തെ വാക്ക്, ഞാൻ നിന്നെ 3 പ്രാവശ്യം പിരിച്ചുവിട്ടിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും ഭാര്യയോട് ഭർത്താവ് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ വിവാഹബന്ധം വേർപിരിയും. പറയാൻ പാടില്ലാത്ത 3ാമത്തെ വാക്ക്, ഞാൻ നിന്നെ 3 പ്രാവശ്യം ഉപേക്ഷിച്ചുകൊണു. ഞാൻ നിന്നെ 3 പ്രാവശ്യം ഉപേക്ഷിച്ചുകൊണ്ടെന്ന് വെറുതെ പറഞ്ഞതാ, എന്നാലും ത്വലാഖ് സംഭവിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അത് നിസാരമാക്കേണ്ട ഒരു വിഷയമല്ല, എന്തും എപ്പോഴും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെയേറെ സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ജീവിതമാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ത്വലാഖ് മനസ്സിൽ കരുതി മറ്റൊരു വാക്ക് ഭാര്യയോട് പറയുമ്പോൾ ത്വലാഖ് സംഭവിക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 1ാമത്തെ വാക്ക്, നീ എൻ്റെ മേൽ നിഷിദ്ധമായിരിക്കുന്നു. അവന്റെ മനസ്സിൽ എന്താണ്? ഞാൻ എൻ്റെ ഭാര്യയെ 3 ത്വലാഖും ചൊല്ലുക എന്നാണ് മനസ്സിൽ. പക്ഷെ ഭാര്യയോട് പറഞ്ഞത് എന്താ? നീ എൻ്റെ മേൽ നിഷിദ്ധമായിരിക്കുന്നു, എന്നാൽ ത്വലാഖ് സംഭവിക്കും. അതുപോലത്തെ മറ്റൊരു വാക്കാണ്, നീ എന്നിൽ നിന്നും ഒഴിവായവളാണ്, അപ്പോഴും ത്വലാഖ് സംഭവിക്കും. മനസ്സിൽ കരുതിയാൽ മതി. നീ പിരിഞ്ഞിരിക്കുന്നു, തലാഖ് സംഭവിക്കും. ഇന്നു മുതൽ നീ സ്വതന്ത്രിയാണ്,
മനസ്സിലെന്താ കരുതിക്കണത്? ത്വലാഖാണ്. അപ്പോഴും ത്വലാഖ് സംഭവിക്കും. നീ എൻ്റെ ഉമ്മയെ പോലെയാണ്. ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ, മനസ്സിൽ ത്വലാഖ് എഴുതിയിട്ട്. ത്വലാഖിന്റെ വാക്ക് പറയാന് ഭാര്യക്ക് സങ്കടം ആവശ്യമായിട്ട് മനസ്സിൽ ത്വലാഖ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ ഉമ്മയെ പോലെയാണടി, എന്നാൽ ത്വലാഖ് സംഭവിക്കും. നീ എൻ്റെ പെങ്ങളെ പോലെയാണ്, നീ എൻ്റെ മകളാണ്, നീ എൻ്റെ ഉമ്മയാണ്, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. നീ വേറെ വിവാഹം കഴിച്ചോ, നിന്റെ ത്വലാഖ് പോയിരിക്കുന്നു, നിന്റെ ത്വലാഖ് സംഭവിച്ചിരിക്കുന്നു, നിന്റെ ത്വലാഖ് പിടിച്ചോ, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് എന്തിനാണ് നിന്നെ, അതുപോലെ തന്നെ നിന്നെ എനിക്ക് ആവശ്യമല്ല, നീ പിരിഞ്ഞു പോവുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ 3 ത്വലാഖും കരുതി ഭാര്യയോട് സംസാരിച്ചാൽ സുബ്ഹാനല്ലാഹ് വിവാഹബന്ധം വേർപിരിയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു കളി തമാശയല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ റഗിബൻ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും നിസാരപ്പെടുത്തി കളഞ്ഞാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. എന്തൊക്കെ ഭാര്യയോട് പറയണം, എന്തൊക്കെ ഭർത്താവിനോട് പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, വിവാഹം കഴിക്കാൻ പോകുന്ന, വിവാഹത്തിന് പ്രായമായ നമ്മളെ മക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണേ. പഠിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ആഖിറത്തിൽ നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും കേട്ടോ. എത്ര ഭർത്താക്കന്മാരാണ് കള്ള് കുടിച്ചു വന്ന്, കഞ്ചാവ് ഉപയോഗിച്ചു വന്ന്, അതാ ലക്ക് കെട്ടുകൊണ്ട് ഭാര്യയോട് ഞാൻ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു, നിന്റെ 3 ത്വലാഖും പോയിരിക്കുന്നു, നിന്റെ 3 ത്വലാഖും ഞാൻ ചൊല്ലിയിരിക്കുന്നു എന്ന് എത്ര ഭർത്താക്കന്മാരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിർ, നിശ്ചയം കള്ള് നിങ്ങൾക്ക് ഞാൻ നിഷിദ്ധമായിരിക്കുന്നു, അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു, അത് ശൈത്താന്റെ പ്രവർത്തനമാണ്. മദ്യം ഉപയോഗിക്കരുതേ. ഉസ്താദെ, ഞാൻ കള്ള് കുടിച്ചിട്ടാണ് ത്വലാഖ് ചൊല്ലിയത്, അപ്പത്തെ അവസ്ഥയിൽ ബോധല്ലാതെ പറഞ്ഞതാണ് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഭാര്യയോട് നിന്റെ 3 ത്വലാഖും ഞാൻ ചൊല്ലിയെന്ന് അതാ മദ്യം ഉപയോഗിച്ച് പറഞ്ഞാലും, തമാശക്ക് പറഞ്ഞാലും, ദേഷ്യം വന്നിട്ട് പറഞ്ഞാലും ത്വലാഖ് സംഭവിക്കുന്നതാണ്, വിവാഹബന്ധം വേർപിരിയുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ, ഐക്യം നൽകണേ അല്ലാ. എത്ര സഹോദരിമാരാണ് ഭർത്താക്കന്മാരെ ദുസ്വഭാവം കാരണം കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ കൈവർത്തുന്നത്. എത്ര സഹോദരിമാരാണ് ഭർത്താക്കന്മാരെ ദുസ്വഭാവം കാരണം നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്, ഉസ്താദേ ഭർത്താവ് കള്ളു കുടിച്ചു വന്ന് ആക്രമിക്കുകയാ, അടിക്കുകയാണ് ഉസ്താദേ, ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും ഞങ്ങളെ ഭർത്താക്കന്മാര് അനുവദിക്കുന്നില്ല, വെറും ലൈംഗിക യന്ത്രമായി ഞങ്ങളെ ഉപയോഗിക്കുന്ന ഞങ്ങളെ ഭർത്താക്കന്മാരുണ്ട് ഉസ്താദേ എന്ന് സങ്കടം പറഞ്ഞ എത്ര സഹോദരിമാരുണ്ട് നമ്മളെ മജ്ലിസിൽ എന്നറിയോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, മക്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹുവേ, നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ വിഷയങ്ങളിൽ വെച്ച് അല്ലാഹുവിന് അബ്ഗദുൽ ഹലാല്, ഏറ്റവും കോപമുള്ള കാര്യമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ചില ആളുകൾ ത്വലാഖ് കുട്ടിക്കളിയായി കണ്ടിട്ടുണ്ട്. അത് കുട്ടിക്കളിയല്ല, നാളെ ആഖിറത്തിൽ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കണം. ദേഷ്യപ്പെട്ടിട്ട് അവരോട് സംസാരിക്കാൻ പാടില്ല എന്നല്ലേ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തും എങ്ങനെയും സംസാരിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നിങ്ങളുടെ വിവാഹ ബന്ധം വരെ വേർപിരിഞ്ഞു പോകും. അങ്ങനെ ആ വാക്കുകൾ പറഞ്ഞ് നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് വ്യഭിചാരമാണ്. അതിലൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെ നിക്കാഹ് ചേർക്കാൻ എനിക്ക് അധികാരമല്ല, ആ കുട്ടിയുടെ ഉപ്പയായിട്ട് ഇസ്ലാം നിന്നെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്.
നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളെ തൊടാനുകൂടി നിനക്ക് പറ്റൂല, അന്യ സ്ത്രീയായി മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നൽകണേ റഹ്മാനെ. അതുകൊണ്ട് എൻ്റെ ഭാര്യമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കുക. ചില ഭർത്താക്കന്മാരൊക്കെ കള്ളു കുടിച്ചു വന്നിട്ട് ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉമ്മയോടും ഉപ്പയോടൊക്കെ പറയുക. കാരണം വിവാഹബന്ധം വേർപെട്ടിട്ട് നിങ്ങൾ ആ ഭർത്താവുമായി സഹകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്യാമന്നാൾ വരെ ബന്ധപ്പെട്ടാലും അതിന് പറയും വ്യഭിചാരം എന്നാണ് ഇസ്ലാമിൽ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ എന്നാ പറഞ്ഞു. വ്യഭിചരിക്കരുതേ എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം വാക്കുകൾ നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളോട് പറഞ്ഞിട്ട് അത് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല, ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. പൈശാചികമായ ഷർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. മനസ്സിന് റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വീടില്ലാത്ത ആളുകൾ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, മക്കളില്ലാത്ത ആളുകൾ, അല്ലാഹുവേ അവർക്കൊക്കെ ഖൈർ നൽകണേ റഹ്മാനെ. നല്ല വീട് നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. നല്ല വീട് നൽകണേ അല്ലാഹ്. ഇഷ്ടപ്പെട്ട ജോലി നൽകണേ അല്ലാഹ്. പഠിച്ച ജോലി നൽകണേ റഹ്മാനെ. വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ അല്ലാഹ്. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാഹ്. ആഖിറ വിജയം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യ മക്കള്, മാതാപിതാക്കള്, വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങളെ കുടുംബക്കാര്, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, അവരുടെ ഭാര്യ മക്കള്, കുടുംബക്കാര്, ഞങ്ങളെ അയൽവാസികൾ, ഭക്ഷണം തന്നവര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിക്കുന്നവര്, ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്. പൈശാചികമായ ഷർറുകളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ കാത്തോളണേ റബ്ബേ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.